എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നതാണ് ഒരു ലോങ് വീഡിയോ ഇടണം എന്ന്. അപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ടും അത്രയും ഒരു കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ ഇതുവരെയും ലോങ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് പണികളുണ്ട്. അതായത് പിന്നെ വീടിൻ്റെ വാതിലിൻ്റെ ഒരു കൊളുത്ത് പോയി. അപ്പോൾ വാതിലിൻ്റെ കൊളുത്ത് പോകലും ഇങ്ങനെ കുറച്ച് പെയിൻ്റ് അടിക്കലോ ഒരു പൈപ്പൊക്കെ ഫിറ്റ് ചെയ്യലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ പിള്ളേരും കൂടിയാണ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച വാതിലിൻ്റെ കൊളുത്തിടാം. പിന്നെ എനിക്ക് ഗാർഡനിങ് എന്ന് പറയാനില്ല, 1-2 ചെടിയൊക്കെ വെക്കണം. പിന്നെ എന്താ പറയുക, പിന്നെ എന്തുവായിരുന്നു പണിയുള്ള, പിന്നെ പെയിൻറ്റിങ്. അതായത് ഞാൻ വിളക്ക് വെക്കുന്ന ഒരു ടേബിളുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്റ്റാൻഡ് പോലെ, അപ്പോൾ അതിലാണെങ്കിൽ ഒരു പെയിൻറ്റൊക്കെ പോയിട്ട് അത്ര ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിനൊന്ന് പെയിൻറ്റൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് സന്തോഷം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്കൊക്കെ നിങ്ങളെല്ലാവരും ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വരലുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്നത്രേ ഞാനതിന് റിപ്ലൈ തരാറുമുണ്ട്. അപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എൻ്റെ വീഡിയോസ് ഇനിയും നിങ്ങൾ കാണണം, കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിന് റിപ്ലൈ തരാം, അത് വായിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ഞാൻ നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അപ്പം ഒരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്, കൊള്ളാമോ ഇല്ലയോ എന്നിട്ട് കമൻറ്റ് ചെയ്യും. ഇതിവിടെ വിറ്റിരുന്നതാണ്. ഈ ഡോറ് കണ്ടോ? ഈ ഡോറിന് കൊളുത്തില്ലായിരുന്നു. കൊളുത്തുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയായ രീതിയിൽ പൂട്ടാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന കൊളുത്ത് ഊരിയെടുത്തിട്ട് ഇതിന് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് വരണം. ഞാനത് ചെയ്യാൻ പോകട്ടോ. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാവേ, ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെല്ലാം ഈ ടൂൾസാണ് അത്യാവശ്യം. ഇത് വാങ്ങിക്കണം, വലുത് നല്ലത് വേണം ചേച്ചി. ഇവിടെയും കൂടെ ഇനി സ്ക്രൂ ഇടാനുണ്ട്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റിക് ആണ്. സക്സസ്. അങ്ങനെ ഒരുപാട് നാളത്തെ ആണി വെച്ചിട്ടുള്ള അടപ്പിൽ നിന്നും മോചനം കിട്ടിയിരിക്കുന്നു. നേരെ മേളിലോട്ട് ഇരുന്നതാ ഞങ്ങളത്. അവിടെ അടയ്ക്കാൻ പറ്റത്തേ ഇല്ലായിരുന്നു. ഞങ്ങളത് ഇങ്ങോട്ടേക്ക് മാറ്റി. ഇപ്പം നമുക്ക് ഈസി ആയിട്ട് അടയ്ക്കാനും നോക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞങ്ങൾക്ക് പുറത്തും കൂടെ ഫിറ്റ് ചെയ്യാനുണ്ട്. പുറത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് ഇതാണ് മേടിച്ചേക്കുന്നത്. ഇത് പിരിച്ച് ഇങ്ങനെ കയറ്റുക. അതിനുള്ള ടൂൾസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതെ, ഈ സാധനം വെച്ച് നമ്മൾ പിരിച്ച് കയറ്റും. അത് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇത് പുറത്തുനിന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒരു കൊളുത്ത് ഫിറ്റ് ചെയ്യുക കേട്ടോ. ആ കയറ്റിയിടാനുള്ള കൊളുത്ത് അവിടെ പ്ലെയർ ഉപയോഗിച്ച് ഇങ്ങനെ നല്ലോണം പിരിവിച്ചെടുത്തേക്ക്. ആളില്ലേ? വിറയ്ക്കുന്നത് എന്റെ കയ്യിൽ കിണുകിണാന്നാ വിറയ്ക്കുന്നത്. പാരമ്പര്യമാണ്. എനിക്ക് എല്ലാ ബുദ്ധിമുട്ടാണ് ഡോക്ടർ പറഞ്ഞത്. പാർക്കിൻസൺ. ഞാൻ പറഞ്ഞു
ഡോക്ടർ പറയുന്നതല്ല മകളോട് പറയുന്നത്. ആര് ഡോക്ടർ പറഞ്ഞതവള് പിന്നെ അവളെ എനിക്ക് പാർക്കിൻസണാന്ന് പറഞ്ഞ ഞാൻ വണ്ടിപ്പണിയല്ലേ പോണേ. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഇന്നലെ ആ സാധനം അകത്ത് നടക്കുന്ന ഭാഗത്തിന് അവിടെ ഒരു കൊളുത്ത് വിട്ട്. ഇത് വർക്കിംഗ് അല്ല ഈ താഴത്തെ ഈ കൊളുത്തേ, അതുകൊണ്ടാണ് നമ്മൾ മേളിൽ ഇപ്പം അത് ഫിറ്റ് ചെയ്തത്. അത് പോയതാണ്, ഇനി അത് മാറ്റണം എന്നുള്ളതാണ്.